ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സെൽഫ് ഒബ്സെസ്ഡ് ആയി ഇരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ സാർ, സെൽഫ് ഒബ്സെസ്ഡ് ആയിരിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും താങ്കൾ, ഡയറക്ടറും താങ്കളാണ്, റൈറ്ററും താങ്കളാണ്, പ്രൊഡ്യൂസറും താങ്കളാണ്, ആക്ടറും താങ്കളാണ്, സിംഗറും താങ്കളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വിട്ടുവെക്കരുതോ? സാർ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, വൺ മാൻ ആർമി പോലെയാണോ? അല്ലല്ല, താങ്ക് യു. എനിക്ക് സിനിമ എടുക്കുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എഴുതുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, പിന്നെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പാടാറുമുണ്ട്. എനിക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വളരെ ഇഷ്ടമാണ്. ആളുകളുമായിട്ട് ഒരു കഥ ഷെയർ ചെയ്യാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ ഈ ഒരു ജോലിയിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന അത്രയും കാലം ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും സാർ. പിന്നെ മനസ്സനുവദിച്ചില്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നോക്കൂ സാർ, താങ്കളോടൊപ്പം ജാവേദ് അക്തർ സാറുണ്ട്. അതെ. ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരെക്കാളും വലുതായ, എല്ലാവരെക്കാളും ബെസ്റ്റായ, എല്ലാവരെക്കാളും എഫക്റ്റീവായ റൈറ്റർ. അതെ. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തെ റൈറ്ററായിട്ട് എടുത്തില്ല? അല്ല, ആക്ച്വലി ലക്ഷ്യം അദ്ദേഹമാണ് എഴുതിയത്. 25 വർഷത്തിന് ശേഷം ഒരു സിനിമ അത് ശരിയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് കുറച്ച് ഓപ്പണായിട്ട് തന്നെ പറയാം. കാര്യം എന്താണെന്നാൽ അദ്ദേഹം മറ്റൊരു കഥ കൂടി എഴുതിയിരുന്നു. ആ കഥ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുകയാണ്. സോ അത് അധികം വൈകാതെ തന്നെ നിങ്ങൾ കാണും. ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളത് കാണും. ജാവേദ് അക്തർ എഴുതിയ ഏറ്റവും പുതിയ സ്ക്രിപ്റ്റ് നിങ്ങളുടെ മുന്നിൽ അത് എത്തും. ആക്ച്വലി അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എഴുതിയ ഡയലോഗ്സ് ഫർഹാൻ തീർച്ചയായിട്ടും റിജക്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറയും. അതായത് പഴയ കാലത്തെ ഡയലോഗ് ആണെന്നും പറഞ്ഞു. അല്ലല്ല, പഴയ കാലത്തെ ഡയലോഗൊന്നുമല്ല. ഞാനും ഒരിക്കലും ആ ഒരു തെറ്റ് അറിയാതെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പാട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ദിൽ ചാഹത്തയിലെ ആദ്യത്തെ പാട്ട്, ദിൽ ചാഹത്ത ഹേലെ ആ പാട്ട്, കബീന ബീത്തെ ചംകീലെ ദിൻ, അദ്ദേഹമായിരുന്നു ആ ലിറിക്സ് എഴുതിയത്. ഞാൻ ആക്ച്വലി അഡ്വർടൈസിങ് ചെയ്യുമായിരുന്നു. അഡ്വർടൈസിങ് ലോകത്ത് നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അഡ്വർടൈസ്മെന്റിൽ ചംകീലയായിട്ട് ബന്ധമുള്ളത് ഡിറ്റർജന്റിനാണ്. അതെ, അദ്ദേഹം ആ ഒരു വരി എഴുതിയപ്പോൾ, അപ്പോൾ ആ ഒരു ചംകീല എന്നുള്ള വരി, ഈ ചംകീല എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിചിത്രമായിട്ടുള്ള വേർഡ് പോലെ തോന്നി. അതിനൊരു മ്യൂസിക്കാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, നീ ഒരു കൊച്ചു കുട്ടിയാണ്. അതെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, പ്ലീസ് നീ ഈ വേർഡ് ഒരിക്കലും മാറ്റരുത്. ഈ പാട്ട് ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യണം. ഈ പാട്ടിൻ്റെ USP ഉണ്ടല്ലോ, അത് ഈ വരിയായിരിക്കുമെന്നും പറഞ്ഞു. ഹി വാസ് റൈറ്റ്. പിന്നീട് അങ്ങോട്ട് ഈ പാട്ടിൻ്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ലിറിക്സിൻ്റെ കാര്യം വരുമ്പോൾ, ഞാൻ അദ്ദേഹമായിട്ട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാറില്ല. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കും, അത് വായിക്കാനായിട്ട്. ആൻഡ് ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് വളരെ കൂടുതലായതുകൊണ്ട് അദ്ദേഹം എനിക്ക് സജഷൻസ് തരും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ സ്വീകരിക്കും. ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് എല്ലാം ശരിയായിട്ട് തോന്നും, പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കാറില്ല. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നീ തെറ്റാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും, നമുക്ക് തെറ്റിയെന്നല്ലേ പഠിക്കാൻ പറ്റുക, ദയവേ തന്നെ തെറ്റിയാൻ അനുവദിക്കൂ എന്ന്. നോക്കൂ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പറയും. ഇനി താങ്കളുടെ കാര്യമാണെങ്കിലും ശരി, സിസ്റ്റർ സോയയെക്കുറിച്ചും അവരെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സോയ അദ്ദേഹത്തോട് നായിക്ക് വേണ്ടി ഡയലോഗ് എഴുതാൻ പറഞ്ഞു. അതെ, അദ്ദേഹം ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. ശരി, നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. നീ ഹൃദയമിടിപ്പ് പോലുള്ള ഡയലോഗൊക്കെ എഴുതും, പക്ഷെ നിന്റെ അനിയത്തി ഡോഗുകളെ കുറിച്ചുള്ള ഡയലോഗ് എന്തുകൊണ്ട് നിന്നെ കൊണ്ട് എഴുതിച്ചില്ല? ഞാനത് അവളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. പക്ഷേ അതിലെ ആ ഒരു ഡോഗിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊരു ഡീപ്പ് തിങ്കറാണ്, ഫിലോസഫറാണ്. ചിലപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ തോന്നിയിരിക്കാം, എനിക്കങ്ങനെ ഡീപ്പ് തിങ്കിങ്ങും ഫിലോസഫിയും ഒന്നും ഇല്ല എന്ന്. സോ അവള് എക്സ്പേർട്ടിന്റെ അടുത്തേക്ക് പോയി. പിന്നെ ഇക്കാര്യവും സത്യമാണ്. ആ സിനിമയിൽ ഡോഗ് താങ്കളുടെ മുഖത്ത് നക്കാൻ വേണ്ടി താങ്കൾ മുഖത്ത് ഐസ്ക്രീം തേച്ചെന്ന് കേട്ടു. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡോഗുകളെ ഒട്ടും പേടിയില്ല. പിന്നെ ആ സീൻ നോക്കുകയാണെങ്കിൽ ആ ഡോഗ് എൻ്റെ മുഖം മുഴുവനായിട്ടും നക്കണം. ഞങ്ങൾ ഒരുപാട് ടേക്സ് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഉമ്മ കൊടുക്കാൻ നോക്കി, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു. പക്ഷേ ആ ഡോഗ് ഞാൻ പറഞ്ഞത് ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾക്ക് വേണ്ട ഷോട്ട് ഒരുപാട് നേരമായിട്ടും കിട്ടിയില്ല. അങ്ങനെ ഫൈനലി ആ ഡോഗിനെ എങ്ങനെയെങ്കിലും എക്സൈറ്റ് ചെയ്യിക്കണമെന്ന് തോന്നി. സോ അതിൻ്റെ ട്രെയിനർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, അതായത് ആ ഒരു ഷോട്ട് ഡോഗിന് നേരെ ആയിരിക്കുമ്പോൾ, എൻ്റെ മുഖം കാണാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഐസ്ക്രീം തേച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വാനില ഐസ്ക്രീം എടുത്ത് എൻ്റെ മുഖത്ത് തേച്ചു. അപ്പോൾ ആ ഡോഗ് വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ടും കിട്ടി. അതായത് ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അകത്ത് വന്ന് നോക്കിയാ ഡോഗിനെ കൊണ്ട് നക്കിക്കാൻ വേണ്ടി മുഖത്ത് ഐസ്ക്രീമൊക്കെ തേക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഡോഗയ്ക്ക് വേണ്ടി ഒരാളോട് താങ്കൾ ഡയലോഗ് എഴുതാനും പറയും. ആരെങ്കിലും എന്തായാലും എഴുതണമല്ലോ. പിന്നെ താങ്കൾ ഡോഗിന് വേണ്ടി ജാമിങ് വരെ ചെയ്തിരുന്നു. ഡോഗിയുടെ കൂടെ ജാമിങ്ങോ?
അതായത് താങ്കളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു ഓ തന്നിരുന്നു. അതെ 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 അതെ. ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ മൊത്തം 4 ഡോഗ്സ് ഉണ്ട്. ആ 4ഉം ഇന്ത്യൻ നാടൻ ഡോഗ്സ് ആണ്, സ്ട്രീറ്റ് ഡോഗ്സ് ആണ് ഞങ്ങൾ വീട്ടിൽ വളർത്തുന്നത്. അതിൽ ഒരു നായയുടെ പേര് ടൈസൺ എന്നാണ്. അതിന് പാട്ട് വളരെ ഇഷ്ടമാണ്. അതായത് നമ്മൾ ഒരു ലൈന് പാടിയാൽ മതി, അതിന്റെ കാതിൽ ഒരു റിതം സെൻസ് ചെയ്യാൻ പറ്റിയാ പിന്നെ, മെലഡി ഉണ്ടെന്ന് തോന്നിയാ പിന്നെ അതും കൂടെ ജോയിൻ ചെയ്യും. ഔ ദേ ഇങ്ങനെ. അത് നമ്മുടെ കൂടെ തന്നെ ചേർന്ന് പാടും. അത് നന്നായിട്ട് ശ്രമിക്കും. അതായത് അതിന്റെ റേഞ്ച് വേറെയാണല്ലോ ഡോഗുകളുടെ. നമ്മൾ ഹൈ പിച്ചിൽ പാടിയാൽ അതും മുകളിലോട്ട് വരും, നമ്മൾ ലോ പിച്ചിൽ പാടിയാൽ അതിന്റെയും സ്വരം നല്ലോണം താഴും. സോ ആ ഡോഗ് കാരണം ബാക്കിയുള്ള 3 ഡോഗുകൾക്കും അവറ്റകൾ ചിന്തിക്കും ഞങ്ങൾ ബാക്കിംഗ് വോക്കലിസ്റ്റുകളായിട്ട് നിൽക്കണമെന്ന്. അങ്ങനെ അത് പാടാൻ തുടങ്ങിയാൽ ബാക്കിയുള്ള 3ഉം കൂടി അതിന്റെ പുറകെ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തോളും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ വളരെ ഭാഗ്യവാനാണെന്നേ പറയൂ. കാരണം എത്തരത്തിലുള്ള സിനിമകളാണോ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലവിൽ എനിക്കുണ്ട്. പിന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ ജോലി ചെയ്യേണ്ടി വരുന്നത് അതൊരു നിർബന്ധം കൊണ്ടുകൂടിയാണ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഏത് ജോലി കിട്ടിയാലും അവരതൊക്കെ ചെയ്തേ മതിയാവൂ. അത് അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴിയാണ്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരാണോ ഈയൊരു സ്ഥാനത്തേക്ക് വളരുന്നത്, അതായത് ഏത് സിനിമകൾ ചെയ്യണമെന്ന് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതുണ്ടാവണം. ആ രീതിയിൽ നോക്കിയാൽ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏത് കരിയറിലാണോ ഉള്ളത്, അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്കുള്ളത് വരെ ഞാൻ വേറെ ഒന്നും തന്നെ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടാവില്ല. താങ്കളുടെ ആദ്യത്തെ സിനിമ റോക്ക് ഓൺ ഒരു ആർട്ടിസ്റ്റായിട്ട് അതെ. ചെയ്തത്. അതിനു മുൻപ് താങ്കൾ ഡയറക്ടറാണ്, സക്സസ്ഫുൾ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അതെ. സോ ആക്ടിങ് ചെയ്യുന്ന ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ആക്ടിങ് ചെയ്യാനുള്ള ഐഡിയ കിട്ടിയത് എവിടുന്നാണെന്ന് വെച്ചാൽ അത് അഭിഷേക് കപൂറിന്റെ അടുത്തുനിന്നാ. റോക്ക് ഓൺ പടത്തിന്റെ ഡയറക്ടർ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാം. സോ ഒരു ദിവസം ഞാൻ പുറത്തുള്ള സമയത്ത് ഡോൺ റിലീസായതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതായത് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ പടത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന്. അദ്ദേഹത്തെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പടം ചെയ്യാൻ പോവുകയാണ്, അതൊരു റോക്ക് ബാൻഡിനെ പറ്റിയുള്ള പടമായിരിക്കും, അതിൽ നിങ്ങൾ ഈ ഒരു റോള് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ലീഡ് സിംഗറിന്റെ റോള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെയായിട്ടും ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എനിക്ക് ആക്ടിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല തീർച്ചയായിട്ടും നിനക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നിനക്കെങ്ങനെ അറിയാമെന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് എന്ന്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഈ പടം ചെയ്യാൻ തയ്യാറാവണം. ഞാൻ നാളെ തന്നെ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് കഥയും സ്ക്രിപ്റ്റും ഒക്കെ പറഞ്ഞു തരാം. ഒരുപക്ഷെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളിത് ചെയ്യണം. ഒരുപക്ഷെ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ ആ കഥ കേട്ടു. നിങ്ങളും ആ പടം കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ആ കഥ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പടത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു, റോക്ക് മ്യൂസിക്. എനിക്കാണെങ്കിൽ റോക്ക് മ്യൂസിക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിലെ പാട്ടും നിങ്ങൾ തന്നെ പാടണമെന്ന്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഞാൻ പാടുമെന്നും ഗിറ്റാർ വായിക്കുമെന്നൊന്നും. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് നടന്നു. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിത് ചെയ്യാം, നോക്കാമെന്ന്. എനിക്ക് അത് ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാണ് എൻ്റെ ആക്ടിംഗ് കരിയർ തുടങ്ങിയത്. താങ്കൾ പാട്ടുപാടി അതിനുവേണ്ടി എന്തെങ്കിലും ട്രെയിനിങ് എടുത്തിരുന്നോ? മ്യൂസിക്, സിംഗിങ് അതുപോലെ? ഇതുവരെ ട്രെയിനിങ് എടുക്കാത്തവർക്കൊക്കെ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്ന് തോന്നും. പക്ഷെ ഒരിക്കലെങ്കിലും ട്രെയിനിങ് എടുത്തവർക്ക് മനസ്സിലാവും ഞാൻ ട്രെയിനിങ്ങേ എടുത്തിട്ടില്ല എന്ന്. അതാണ് അവസ്ഥ. ഞാൻ ട്രെയിനിങ് ഒന്നും അന്ന് എടുത്തിരുന്നില്ല. ഞാൻ പണ്ട് മുതലേ ഗിറ്റാർ വായിക്കാറുണ്ടായിരുന്നു, ഒരു ടീനേജ് പ്രായം മുതലൊക്കെ. ഞാൻ ഗിറ്റാർ വായിക്കും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ പാടുമായിരുന്നു. അതൊക്കെ എനിക്കൊരു റിഹേഴ്സൽ പോലെ ആയിരുന്നു ശരിക്കും. അങ്ങനെ ഗിറ്റാർ വായിച്ച് പാടിയത് കൊണ്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. ഞാനത് നോട്ട് ചെയ്തിരുന്നു. പാട്ട് താങ്കൾ മാത്രമല്ല പാടിയത്. അതെ. താങ്കൾ ബച്ചൻ സാറിനെയും പാടിപ്പിച്ചു, അതിനുശേഷം ഋത്തിക് റോഷനെയും പാടിപ്പിച്ചു, അതെ. അതിനുശേഷം പ്രിയങ്ക ചോപ്രയോടും പാടാൻ പറഞ്ഞു. അല്ല, അതായത് ബച്ചൻ സാറിന്റെ വോയിസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ബേസ് ഉള്ളതാണ്. അദ്ദേഹം പാടിയിട്ടുണ്ട്, മുന്നേ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുള്ളതാണ്. പിന്നെ ഈ അത്രങ്കി യാരി എന്ന പാട്ട് വന്നപ്പോൾ ആ ഒരു പടം ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ളൊരു മൂവി ആയിരുന്നു. അതാണെങ്കിൽ വളരെ അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പ്. ഒരു ഭാഗത്ത് ഒരു റെസ്പെക്റ്റഡ് വേൾഡ് ചെസ് പ്ലെയറും മറ്റൊരു ഭാഗത്ത് ജീവിത പ്രയാസങ്ങളും ദുഃഖമായിട്ട് കഴിയുന്ന ഒരു പോലീസ് ഓഫീസർ. അതൊരു അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പായിരുന്നു. സോ അത് ഒരു പാട്ടായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പിന്നെ റോച്ചക് കോഹ്ലി സാറ്, അദ്ദേഹം ഒരു നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ആ പാട്ട് കമ്പോസ് ചെയ്തത്. സോ എന്നോട് അപ്പോൾ ആരോ പറഞ്ഞു, അതായത് നിങ്ങളും ബച്ചൻ സാറും കൂടി ഒന്നിച്ച് പാടുകയാണെങ്കിൽ. എനിക്കത് കേട്ടിട്ട് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ ഒരു പാട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെച്ച് ഒന്നിച്ച് പാടി. അതിനുശേഷം മുംബൈയിൽ വെച്ചൊരു കോൺസേർട്ട് നടന്നിരുന്നു, ഗ്ലോബൽ സിറ്റിസന്റെ ഒരു കോൺസേർട്ട്. അന്ന് സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ കൂടെ
എനിക്ക് ഈ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടി. ഇതെന്റെ കരിയറിലെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഋത്തിക്, അദ്ദേഹത്തിന്റെ ഡാൻസിനെ കുറിച്ച് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, ഋത്തിക് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. അദ്ദേഹം തന്റെ സ്വരത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം സിംഗിങ് ക്ലാസ്സിനൊക്കെ പോവാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വോയിസിന് ഒരു നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ശബ്ദം കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായും ആക്ടിങ്ങിലും യൂസ് ആവും. നല്ല യൂസ്ഫുൾ ആവും. കാരണം നമുക്ക് നല്ലൊരു പെർഫോമൻസ് പിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഡയലോഗ് ലോ പിച്ചിൽ സംസാരിച്ച് പെട്ടെന്ന് ഹൈ പിച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറാറുണ്ട്. സോ അദ്ദേഹം എപ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഏതൊരു ആക്ടറായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ സോയിയാണ് ഡിസൈഡ് ചെയ്തത് ഈ സെന്നോറിറ്റ പാട്ട്. ഈ ആക്ടേഴ്സ് 3 പേരും ആക്ടേഴ്സായിട്ട് തന്നെ നിന്നു. പാട്ട് പാടുന്നതിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഋത്തിക്കും ഞാനും കൂടി ശങ്കർ മഹാദേവൻ സാറിനെ കാണാനിരിക്കുകയായിരുന്നു. പിന്നെ ശങ്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ റോക്ക് ഓൺ പാട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പാടിയിരുന്നത്. ഞാൻ എത്ര നെർവസ് ആയിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ അന്ന് സ്റ്റുഡിയോയിലേക്ക് പോയപ്പോൾ റെക്കോർഡിങ്സിന് വേണ്ടി ഞാനവിടെ പോയപ്പോൾ നടുവിൽ ഗ്ലാസ് ഉണ്ടാവും, പിന്നെ ഇപ്പുറത്ത് ബൂത്ത്, അപ്പുറത്ത് ശങ്കർ സാർ ഉണ്ടായിരുന്നു, ഒപ്പം സൗണ്ട് എഞ്ചിനീയർ, 1-2 പേര് അവിടെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഋത്തിക്കും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ എന്ന്. കാരണം മിസ്റ്റേക്കുകൾ പറ്റും. എനിക്കൊരു പക്ഷേ ഒരു ചിന്തയുണ്ടാവാം, ഞാൻ കിഷോർ കുമാറിനെ പോലെയൊക്കെ പാടുമെന്ന്. പക്ഷേ അവിടുന്ന് പാടിയാൽ ചിലപ്പോൾ കാളരാഗമായിരിക്കും വരുന്നത്, ആർക്കറിയാം. സോ ശങ്കർ മഹാദേവൻ സാർ ഒഴികെ ബാക്കി എല്ലാവരും പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സ്റ്റുഡിയോയിലുള്ള എല്ലാ ലൈറ്റ്സ് ഓഫ് ചെയ്തേക്കൂ എന്നാണ്. കാരണം ആരും എന്നെ കാണാതിരിക്കാൻ വേണ്ടി. അതായത് ഞാനെങ്ങാനും മിസ്റ്റേക്ക് വരുത്തിയാ ഈ ആളുകളൊക്കെ പറഞ്ഞു നടക്കില്ലേ. മാത്രമല്ല അദ്ദേഹം ഒരു ടാലന്റഡ് സിംഗറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോസ് ഉണ്ടാവും, പിന്നെ അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും, പിന്നെ കൈകൊണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ പാടുമ്പോൾ കാണിക്കും. എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്നത് ഈ എൻ്റെ കയ്യിലിങ്ങനെ മൈക്കും പിടിച്ചുകൊണ്ട് പാടാനാ. പിന്നെ ഞാൻ കരുതി ഇരുട്ടിൽ ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ അവിടുന്ന് പാടാമെന്ന്. അപ്പോൾ ഈസി ആയിട്ടൊരു ഫ്ലോ കാരണമെങ്കിൽ പുറത്തേക്ക് വരുമല്ലോ. സോ അന്ന് ഞാനിങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ഋത്തിക്ക് വന്നപ്പോൾ ശങ്കറും കൂടെ ഉണ്ടായിരുന്നു. അതും ശങ്കർ ആദ്യത്തെ ദിവസം തന്നെ. ശങ്കർ സാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട, നിങ്ങൾ പോയി പാടിക്കോളൂ എന്ന്. വീട്ടിൽ വെച്ച് ചെറിയ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ഗോ സ്ട്രേറ്റ് ഇൻ ടു ദി ബൂത്ത് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് സിംഗിങ്. കാരണം നിങ്ങൾ പാടാതിരിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുക, അതായത് നമുക്ക് പാടാൻ പറ്റില്ല എന്ന്. അതാണ് പ്രശ്നം. സോ ഹി ഹാസ് ബീൻ വെരി വെരി ഇൻസ്ട്രുമെൻ്റൽ ഫോർ മീ. പിന്നെ ഋത്തിക്കിനും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു, പാടാൻ കഴിയുമെന്ന്. ഇത് സത്യമാണോ? ഒരു പ്രാവശ്യം AR റഹ്മാൻ സാർ താങ്കളെ പാട്ട് പാടാൻ വേണ്ടി ക്ഷണിച്ചു, പക്ഷെ താങ്കളത് നിരാകരിച്ചു. അതെ, അത് സത്യമാണ്. സോ അദ്ദേഹം, എനിക്ക് ഈ പടത്തിൻ്റെ പേര് ഓർമ്മയില്ല. ആ പാട്ട് ഫലക്ക് എന്നെങ്ങാനും തുടങ്ങുന്ന ഒന്നായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആ പാട്ടിൻ്റെ ട്യൂൺ അല്ലെങ്കിൽ കമ്പോസിഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ അതുവരെ റോക്ക് ഓണിലെ പാട്ട് മാത്രമേ പാടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് തോന്നി ആ പാട്ട് എനിക്ക് പാടാൻ സാധിക്കില്ല എന്ന്. കാരണം അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു സിംഗർ തന്നെ അതിന് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ സ്ട്രെങ്ത് ആസ് എ സിംഗർ എനിക്കറിയാം ഞാൻ ഏതിലൊക്കെ ഗുഡ് ആണ് എന്ന്. പക്ഷേ ആ പാട്ട് വളരെ വ്യത്യസ്തമായിരുന്നു, എന്നെക്കൊണ്ട് പാടാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നോട് ക്ഷമിക്കണമെന്ന്. കാരണം AR റഹ്മാൻ സാറിനെ പോലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഈ പാട്ട് പാടാൻ പറഞ്ഞിട്ടും എനിക്ക് അത് പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. ഞാനത്ര കഴിവുള്ളൊരു സിംഗറൊന്നും അല്ലല്ലോ. താങ്കളോട് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഇത് പാടാൻ സാധിക്കില്ല. സോ ഫോർഗീവ് മീ എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അതിനുശേഷം അദ്ദേഹം എന്നെ ഒരു തവണ പോലും പിന്നെ വിളിച്ചിട്ടില്ല. സർ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? സെന്യൂരിത പാടണമെങ്കിൽ ഋത്തിക്കും അഭിയും രണ്ടുപേരും വേണം. പിന്നെ ഒരു സ്പാനിഷ് സിംഗറും വേണം. പക്ഷേ റോക്ക് ഓണിലത് വേണമെങ്കിൽ പാടാം. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ പാടാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പാടുമല്ലോ അല്ലേ? ഓക്കെ. दिल क्या कहता है मेरा क्या मैं बताऊं, तुम ये समझोगे शायद मैं पागल हूँ. दिल करता है टीवी टावर पे मैं चढ़ जाऊं, चिल्ला चिल्ला के मैं ये सबसे कह दूं. है ये वक्त का इशारा, हर लम्हा पुकारा, यूं ही देखता है क्या तू, जिंदगी मिलेगी ना दोबारा. थैंक यू.